ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് അധികമൊന്നും കഴിക്കാത്ത ഒരു വെറൈറ്റി ഫുഡ് കഴിക്കാൻ പോവാണ്. സുഷി. നമ്മുടെ ഈ നമ്മുടെ ജപ്പാനിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഫുഡ് തന്നെയാണ് സുഷി. സുഷിയുടെ കുറേ വെറൈറ്റീസ് ഉണ്ട്. ക്രാബ്, ഷ്രിമ്പ്, ബീഫ്, അങ്ങനെ കുറേ ഉണ്ട്. നമ്മളിന്ന് വാങ്ങിച്ചത് ഫിഷിൻ്റെയും ക്രാബിൻ്റെയും മിക്സ് ആയിട്ടുള്ള അങ്ങനെ കുറച്ച് വെജിറ്റബിൾസ് മിക്സ് ആയിട്ടുള്ള സുഷിയാണ്. നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ പ്ലേറ്റിലുണ്ടെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്കിവിടെ കുറച്ച് വെറൈറ്റി സുഷി തന്നെയുണ്ട്. നമ്മുടെ ഇവിടെ സാൽമൻ്റെ മുട്ട ക്യാവിയർ വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള സുഷി ഉണ്ട്. നമ്മുടെ സാൽമൻ്റെ മീറ്റ് വെച്ചിട്ടുള്ളതുണ്ട്. ഷ്രിമ്പിൻ്റെ ഉണ്ട്, ക്രാബിൻ്റെ ഉണ്ട്. പിന്നെ നമ്മുടെ സാൽമണും അവക്കാഡോ അങ്ങനെ കുറച്ച് വെച്ചിട്ടുള്ള വേറെ സുഷിയുണ്ട്. അങ്ങനെ കുറേ വെറൈറ്റീസ് നമുക്ക് ഇവിടെ ഉണ്ട്. നമുക്ക് അതിൻ്റെ ഒപ്പം നമുക്ക് നമ്മുടെ ജിഞ്ചർ ഗാർലിക്കിൻ്റെ ഒരു ചെറിയൊരു മിക്സ് അരച്ചൊരു സംഭവം തരുന്നുണ്ട്. സോയ് സോസ് തരുന്നുണ്ട്, വസാബിയും തരുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ സുഷിയുടെ കൂടെ വരുന്നതാണ് കേട്ടോ. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ കുറേ വെറൈറ്റീസ്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. ഇത് നമ്മുടെ ക്രാബിൻ്റെ മീറ്റും സീവീഡും സുഷി റൈസും വെച്ചുണ്ടാക്കിയതാണ്. പിന്നെ ഇത് നമ്മുടെ ടൂണയില്ലേ, നമ്മുടെ ടൊണ്ണോ എന്ന് പറയും ഇവിടെ. അപ്പോൾ അതും സീവീഡും റൈസും അങ്ങനെ കുറച്ച് സ്പെഷ്യൽ മസാല വെച്ചുണ്ടാക്കിയതാണ്. നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളിയാണ്. ഞാൻ ട്രൈ ചെയ്യണമെങ്കിൽ അപ്പോൾ നമ്മുടെ ഈ കഴിച്ച സുഷി എന്ന് പറയുന്നത് നല്ല ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്ക് നമ്മുടെ ഇതിൻ്റെ ഒപ്പം സോയ സോസ് വരുന്നുണ്ട്, വസാബി വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും മിക്സ് ചെയ്തൊരു സ്പെഷ്യൽ ചമ്മന്തി പോലത്തെ ഒരു സംഭവം വരുന്നുണ്ട്. ഈ വസാബി എന്ന് പറയുന്നത് നമ്മുടെ ഈ പച്ചമുളക് അരച്ചുള്ള പേസ്റ്റാണ്. ഭയങ്കര എരിവായിരിക്കും. ഞങ്ങളത് ട്രൈ ചെയ്തിട്ടില്ല, പേടിയാണ് ചെറുതായി ട്രൈ ചെയ്യാനായിട്ട്. പിന്നെ നമ്മുടെ ഈ സുഷിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫുള്ളും സീ ഫുഡ് ഐറ്റംസ് ആണ്. ഫോർ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇതിന് ചുറ്റും കാണുന്ന ഈ ബ്ലാക്ക് സാധനമില്ലേ, ഇത് സീവീഡ് ആണെന്ന് വെച്ചാൽ സീ ഗ്രാസ് പോലത്തെ ഒരു സംഭവമാണ്. നമുക്ക് പ്രോസസ്സ് അറിയില്ല, ഭയങ്കര ഹാർഡായിട്ട് ഉണ്ടാക്കുന്ന സംഭവമാണ്. നല്ല ടേസ്റ്റുള്ള സാധനം, ഒരു ഉപ്പ് രസമുള്ള ഒരു സംഭവമാണ് അത്. പിന്നെ ഇതിലുള്ള ടൂണ അല്ല റൈസ് എന്ന് പറയുന്നത് നമ്മുടെ നെല്ല് പോലെ പഴുത. ഇത് സുഷിക്കുണ്ട് ഒരു സ്പെഷ്യൽ റൈസ് ഉണ്ട്. ആ സ്പെഷ്യൽ റൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വേറെ റൈസ് പോലെ നമുക്ക് ഒട്ടിപ്പിടിക്കാത്ത ടൈപ്പ് റൈസാണത്. പിന്നെ നമ്മുടെ ഇത് ഫുള്ളും നമുക്ക് മിക്കതും സീ ഫുഡ് ഐറ്റംസ് ആണ്. നമുക്ക് ഇതിൽ കാണുന്ന മീറ്റ് ഫോർ എക്സാമ്പിൾ ഈ ഷ്രിമ്പിൻ്റെ സുഷി, ഇത് സീ ഫുഡാണ്. സാൽമൺ എന്ന് പറയുന്നത് കടലിൽ നിന്ന് മൈഗ്രേറ്റ് വരുന്ന ഇതാണ്. അത് സീ ഫുഡായിട്ട് നമുക്ക് കണക്കാക്കപ്പെടാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ചുറ്റും കാണുന്ന ഈ ഓറഞ്ച് ഡോട്ട്സ് എന്ന് പറയുന്നത് ഈ സാൽമൺ ഫിഷിൻ്റെ മുട്ടകളാണ് കേട്ടോ. വെച്ചാൽ സാൽമണിൻ്റെ ക്യാവിയറാണിത്. പിന്നെ നമ്മുടെ ഈ സുഷിയിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ അവക്കാഡോ ഇല്ലേ, അവക്കാഡോ സുഷിയാണ് ഇത്. പിന്നെ ഇതിൽ നമുക്ക് സാൽമൺ ഒരു മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഇതിൻ്റെ ചുറ്റും എന്താണെന്ന് എനിക്കറിയില്ല. എന്നാൽ ഈ സാൽമൺ വെച്ചിട്ടുള്ള അവക്കാഡോ ഒരു സ്പെഷ്യൽ ക്രീം വെച്ചിട്ടുള്ള വേറെ സുഷി ഉണ്ട്. പിന്നെ നമ്മുടെ ക്രാബിൻ്റെ മീറ്റാണ് കേട്ടോ ഈ കാണുന്നത്. നമ്മുടെ സീവീഡും നമ്മുടെ സുഷി റൈസും നമ്മൾ ഒന്ന് ഫിനിഷ് ചെയ്തിട്ടുള്ള ഒരു സുഷി വേറെ എവിടെയുണ്ട്. ഈ സാൽമണിൻ്റെ 2 ഉണ്ട് കേട്ടോ. എനിക്ക് ഒരു പേടിയുള്ള സുഷി എന്ന് പറയുന്നത് ഇതാണ്. കാരണം നമുക്ക് റോ മീറ്റാണ്. നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ റോ മീറ്റ് നമുക്ക് ട്രൈ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എല്ലാ സുഷി നമ്മൾ ഓരോന്ന് വെച്ച് ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു നമ്മുടെ സുഷി റൈസിന് മുകളിൽ സാൽമൺ മാത്രം റോ സാൽമൺ വെച്ചായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചത് ഈ റോ സാൽമൺ ആണെന്ന് വെച്ചാൽ പച്ച മീനായതുകൊണ്ട് ഞാൻ ഛർദ്ദിക്കുമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ നടന്നില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടം അതായിപ്പോയി. അതെനിക്കൊരു സർപ്രൈസ് ആയിപ്പോയി. ഞാൻ വിചാരിച്ചതിനേക്കാളും പ്രതീക്ഷയെക്കാളും ഒരു ഹയർ റിസൾട്ട് എനിക്ക് കിട്ടിയായിരുന്നു. പിന്നെ നമുക്ക് ഇവിടെ ഇപ്പോൾ ആകെ കുറച്ചുള്ളൂ, അതിന് കാണാണ്ട് അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ച് നാൾ മുമ്പ് നമ്മളൊരു ക്രാബിൻ്റെയും അവക്കാഡോയും മിക്സ് ആയിട്ടുള്ള സുഷിയാണ് വാങ്ങിച്ചത്. അത് നമുക്ക് അത്ര ഇഷ്ടമായില്ല. പക്ഷേ ഇത് അടിപൊളിയെന്ന് വെച്ചാൽ അടിപൊളി. ഇതിൻ്റെ അടിപൊളി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ഹൈറ്റിൽ വെച്ചാൽ ഇതായിരിക്കും. ഇപ്പം എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഉള്ള ഫുഡുകളിലൊന്നാണ് സുഷി എന്ന് പറയുന്നത്. അത്രയും ഇഷ്ടമായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.